ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെ വെള്ളത്തിൽ നന്നായിട്ട് വളർത്തിയെടുക്കാമെന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിലെ ഒരു പ്രധാന ചെടിയാണ് മരത്തിലൊക്കെ കയറ്റിവിടുന്ന വലിയ മണി പ്ലാന്റ് ഇല്ലേ. ആ മണി പ്ലാന്റിൻ്റെ ഇല ഞാൻ വെള്ളത്തിൽ വെച്ച് ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ടുണ്ട്. ഇതിന് അത്രയും വലിയ ഇലയല്ല വരുന്നത്. ഇതെങ്ങനെയാണ് ഞാൻ വളർത്തിയെടുത്തതെന്ന് പറയാം. ഒരു 15 ദിവസം കൂടുമ്പം ഇലയും ചെടിയും എല്ലാം എടുത്തിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ തളിച്ചിട്ട് കുപ്പിയിലെ വെള്ളം മാറ്റിയിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കണം. കുപ്പി ഭരണികളാണ് ഇങ്ങനെ മണി പ്ലാന്റ് വെക്കുന്നതിന് നല്ലത്. അതുപോലെ വലിയ ഇലകൾ ഉണ്ടാകുകയുമില്ല. നല്ല ഭംഗിയായിട്ട് നമുക്ക് വലിയ മണി പ്ലാന്റിനെ നമ്മുടെ ഇൻഡോർ ഗാർഡനിൽ വളർത്തിയെടുക്കാം. ഞാൻ ഈ മണി പ്ലാന്റ് വെച്ചിരുന്ന ബോട്ടിൽ കഴിയെല്ലാം എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാം. നോക്കിയേ, എല്ലാം നല്ലതായിട്ട് കഴുകി വേരെല്ലാം കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്തു ഈ നല്ല വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. ഒരു 15 ദിവസം ഇനി വെള്ളം ഇതുപോലിരിക്കും, മണ്ണ് പിടിക്കുമോ ഒന്നുമില്ല. അങ്ങനെ നമുക്ക് മണി പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയെടുക്കാം. ഏതാണ്ട് ഒരു 5-8 വെറൈറ്റി മണി പ്ലാന്റിൻ്റെ ഇൻഡോർ പ്ലാന്റ്സിലുണ്ട്. നമുക്ക് ഈ ഭരണിയിലേക്ക് ഈ മണി പ്ലാന്റിനെ ഇറക്കി വെക്കാം. എന്ത് ഭംഗിയായിട്ടാണ് നമുക്കിതിരിക്കുന്നത്, എന്ത് ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ വെച്ചപ്പോൾ തുടങ്ങി ഈ മണി പ്ലാന്റ് എല്ലാം നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വെറൈറ്റി മണി പ്ലാന്റ് ആണ് താനും. ഇവിടെ ഉള്ളത് തന്നെയാണ്, ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ മണി പ്ലാന്റ് വളരെ റെയർ ആയിട്ടുള്ളത്, നല്ല വിലയുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഞാൻ വെള്ളത്തിൽ നിർത്തിയിരിക്കുകയാണ്. നമുക്കതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം മാറ്റി കൊടുക്കാം. ഈ പ്ലാന്റ്സ് എല്ലാം വെള്ളം മാറ്റുന്നതനുസരിച്ച് ഈ ചെടിക്കെല്ലാം നല്ലപോലെ വെള്ളം കുടഞ്ഞും കൂടെ കൊടുക്കണം. അപ്പോഴേ അത് നല്ല ഫ്രഷായിട്ട് നിൽക്കത്തുള്ളൂ. ഈ മണി പ്ലാന്റ് ഫുൾ നല്ല ഗ്രീൻ കളറാണ്. നല്ല ഭംഗിയാണിത് കാണാൻ തന്നെ. ഇത് ഞാൻ വെള്ളമെല്ലാം മാറ്റി നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പ്ലാന്റ്സ് നല്ല ഫ്രഷ് ആക്കി എടുത്തിരിക്കുകയാണ്. ഈ മണി പ്ലാന്റ് നല്ല ഭംഗിയാണ്. ഇത് ഒരു വെറൈറ്റി ഡാർക്ക് ഗ്രീൻ ലീഫാണ്. ഇത് ഞാനെല്ലാം വെള്ളമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ചെടി ഞാൻ നല്ല ഒരു എൻ്റെ മണി പ്ലാന്റ് കളക്ഷനാണ്. അത് ഞാൻ വെച്ചിരിക്കുന്ന നല്ല കപ്പ് പോലത്തെ ഒരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതും വെള്ളമെല്ലാം മാറ്റി വേരൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്തിരിക്കുകയാണ്. ഈ മണി പ്ലാന്റ് ഞാൻ നട്ടിരിക്കുന്നത് 2 ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. വെറുതെ മാറ്റി കുപ്പി ഭരണി വാങ്ങിക്കുമ്പോഴത്തേ ഞാൻ മാറ്റി കൊടുക്കും. എന്നാലും ഇത് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഫ്രഷായിട്ട് ഇതിനകത്ത് നിൽക്കുന്നത്. അതിന് പറ്റിയ ഒരു ചട്ടിക്ക് പകരം ഞാൻ ചൂരലുകൊണ്ട് വരിഞ്ഞ ഒരു കേസിനകത്താണ് ഈ പ്ലാന്റ് നിർത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. അങ്ങനെ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഞാൻ വെള്ളം മാറ്റിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് അറേഞ്ച് ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ ഒരു 15 ദിവസം കൂടുമ്പോൾ ഞാൻ പ്ലാന്റ്സ് എല്ലാം വെള്ളം മാറ്റി കൊടുക്കും. നല്ല ഫ്രഷായിട്ട് നിൽക്കുകയും ചെയ്യും. കുറച്ചുകൂടെ പ്ലാന്റ്സ് ഉണ്ട്, ഞാൻ അത് എടുക്കാഞ്ഞതാണ്. നമുക്കിനി ഇത് അറേഞ്ച് ചെയ്യുമ്പോഴുള്ള വീഡിയോയും കൂടെ കാണിക്കാം.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.